ഹലോ ഫ്രണ്ട്സ്, എച്ച് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കൊഴുവ പീര വറ്റിച്ചതാണ്. മീൻ പീരക്കറി എന്ന് പറയാം. അത് കൊഴുവയാണ് എടുത്തിരിക്കുന്നത് മീൻ പീരക്കറിക്ക്. ഞാനന്ന് ഫ്രൈ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, കൊഴുവ ഫ്രൈ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു കൊഴുവ മീൻ പീര വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമെന്ന്. അതിന് ഞാൻ കുറച്ച് മീൻ പീര ഉണ്ടാക്കുന്ന വിധമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിന് കുറച്ച് വൃത്തിയാക്കിയിട്ടുള്ള കൊഴുവ എടുത്തിട്ടുണ്ട്. ഈ കൊഴുവ വൃത്തിയാക്കാൻ എളുപ്പം മാർഗം ഒന്നെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ഇട്ട് വെട്ടിയതിന് ശേഷം അതിലേക്കിട്ട് നന്നായിട്ട് കഴുകിയാൽ മതി. പെട്ടെന്ന് വൃത്തിയായി കിട്ടും കൊഴുവ. നമ്മൾ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് അങ്ങനെ ആയിരിക്കും എളുപ്പം. നമുക്ക് വാഴയിലയോ അല്ലെങ്കിൽ ഉപ്പോ അങ്ങനെയൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇതായിരിക്കും നല്ലത്. ഞാൻ അന്നേരം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുഴയിലേക്ക് ഒരു വലിയ സവോള, ഒരു വലിയ ഇഞ്ചി ചതച്ചത്, 2-3 നല്ല വെളുത്തുള്ളി, 3 പച്ചമുളക്, മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കണം, 2-3 ചുവന്നുള്ളി, കരിവേപ്പില ഉണ്ടെങ്കിൽ സമയത്ത് കരിവേപ്പില ഇടാം. പിന്നെ തേങ്ങ ഒന്ന് ചതച്ചെടുത്തതാണ്, മഞ്ഞൾപ്പൊടി ഇട്ട് ചതച്ചെടുത്തതാണ്. തേങ്ങയും ഇട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമിയതിന് ശേഷമാണ് കുടംപുളി ചേർക്കേണ്ടത്. നന്നായിട്ട് കൈകൊണ്ട് തന്നെ എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് തിരുമി കൊടുക്കുക എല്ലാ വശത്തും. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു കൈക്ക് പറ്റുന്നത്രയും വെള്ളം മതി, ഒരു പിടി വെള്ളം മതി, നനവ് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളത്തിൽ വേവിക്കണ്ട, വേവിച്ച് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോവും. ഇതിനധികം വേവില്ലാത്ത മീനാണ് കൊഴുവ, അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ചെയ്താൽ മതി. ചാളക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് വേണം വേവിക്കാം. ഇതിന് ഒരു കൈ നനവ് ഉള്ളത്രയും മതി. നന്നായിട്ട് തിരുമിയതിന് ശേഷം ഒരു കുടംപുളിയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ അടിച്ചു വെച്ചിരുന്ന ജാറില്ലായിരുന്നു, തേങ്ങ അരിച്ചു വെച്ചിരുന്ന ആ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകാതെ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്ത് അന്നേരം ആ ബാക്കിയുള്ള അരപ്പും കൂടി അതിലേക്ക് പോരുമല്ലോ, അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഒരു പിടി വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ആ വെള്ളം എല്ലായിടത്തും എത്തുന്നവരെ ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി, ചട്ടിയുടെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് അടിയിൽ മീൻ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെച്ചാലും മതി. എന്നിട്ട് ഒരു കുടംപുളി ഇട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. 10 മിനിറ്റ് പെട്ടെന്ന് നമുക്ക് മീൻ പീര ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. വേവിച്ചതിന് ശേഷം തുറന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ആ മീനിലെ ആ തേങ്ങയിലൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. മീനും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ചുവന്നുള്ളി ചതച്ചിട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എടുക്കാം. ഞാനിത് കടുക് പൊട്ടിച്ചാണ് എടുക്കുന്നത്. അതിനൊരു പാൻ വെച്ച് സാധാ കടുക് പൊട്ടിക്കുന്ന പോലെ തന്നെ ഒറ്റമുളകൊക്കെ ഇട്ട് കടുക് പൊട്ടിക്കുക. കുറച്ച് ഒരു 2 സ്പൂൺ എണ്ണയും 1 സ്പൂൺ കടുകും ഇട്ട് 2-3 ചുവന്നുള്ളിയും കൂടി ചതച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് വറ്റമുളക് ഇട്ട് കരിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുത്ത് നമ്മുടെ വറയിലേക്ക് എടുത്തിട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് മീൻ പീര ഉണ്ടാക്കാൻ സാധിക്കും. ഈ കൊഴുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കാൽസ്യം അടങ്ങിയാണ്. ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒക്കെ ധാരാളം കഴിച്ച കാൽസ്യം ഉണ്ടാകുന്ന മീനാണ് കൊഴുവ. അത് വറുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിലും നല്ലത്. ഒന്നെങ്കിൽ മീൻ കറിയാക്കി, തേങ്ങ അരച്ച കറിയില്ലേ ആ കറിയാക്കി വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ മീൻ പീര വെച്ച് കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അന്നേരം ആ രീതി കഴിച്ചാൽ മതി. ഫ്രൈ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കഴിക്കും, പക്ഷെ അത് അത്ര നല്ലതല്ല. അതിനും നല്ലത് ഇതുപോലെ കറി വെച്ച് കഴിക്കുന്നതാണ്. ഇതിപ്പം ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ മുള്ളുണ്ടാവും. ആ മുള്ള് കാരണം നമുക്ക് കഴിക്കാൻ പറ്റാതെ വരും, ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടൊക്കെ പാടാകും. അതുകൊണ്ട് അധികം ഇളക്കാതെ നമുക്കൊന്ന് ജസ്റ്റ് ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഇത്തിരിയും കൂടി എണ്ണയൊക്കെ ഒഴിച്ച് ആ കടുക് പൊട്ടിച്ചത് കൂടാതെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചട്ടിയിൽ ആ വെള്ളം ഫുള്ളും വറ്റിയെടുക്കുന്നവരെ എടുക്കാം. ഇത്രയേ ഉള്ളൂ ഒരു മീൻ പീര കറി. ഏറ്റവും എളുപ്പമാണ് കേട്ടോ.